ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും വൈകുന്നേരം ചായക്കായിട്ട് അതിച്ച് കുറച്ച് ബീഫ് അങ്ങോട്ട് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് ഇന്ന് അടുക്കളയിലെ പരിപാടി അങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. ഞാൻ അരിഞ്ഞു വെക്കുന്നത് ആൾ വാരി കളഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബീഫൊക്കെ ഒന്ന് പീസാക്കി എടുത്തു. പിന്നെ നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ കൂടിയിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ അടുപ്പത്തേക്ക് നമ്മുടെ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്ത സംഭവങ്ങളെല്ലാം കൂടിയിട്ട് പയ്യെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫ് കൂടുതലും നമ്മൾ അടുപ്പത്ത് തന്നെയായിട്ട് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഏതായാലും നമ്മുടെ വാടി വന്ന സവോളയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, വറുത്ത മുളക് പൊടി, അതുപോലെ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ മീറ്റ് മസാലപ്പൊടി എല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ ബീഫ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം കൂടെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒന്ന് താളിച്ചും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫ് കറിയൊക്കെ ഒന്ന് സെറ്റായിരുന്നപ്പോഴേക്കും എന്താ പൊറോട്ടയൊക്കെ അങ്ങോട്ട് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി വലിയ പണിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഒരു പൊറോട്ട അങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നല്ല അടിപൊളി ബീഫ് അങ്ങോട്ട് ഒഴിച്ചിട്ട് കഴിക്കും.